ഹായ് ഓൾ. ഫിലോസഫിയിൽ ഇപ്പോൾ കേരള സെറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസ് നോക്കി പോവാം. അപ്പോൾ എന്താണ് ഫിലോസഫി? ഇപ്പോൾ ഫിലോസഫിയുടെ എറ്റിമോളജിക്കൽ മീനിങ് നോക്കാം. ഫിലോസഫി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഫിലോസും സോഫിയ എന്ന് പറയുന്നുള്ള 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഫിലോസഫി എന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഫിലോസ് എന്ന വേർഡിൻ്റെ മീനിങ് ലവ് എന്നും സോഫിയ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് വിസ്ഡം എന്നുമാണ്. സോ നമുക്ക് ഫിലോസഫി എന്ത് പറയാം? ലവ് ഓഫ് വിസ്ഡം എന്ന് പറയാം. ഫിലോസഫി 2 വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഗ്രീക്ക് വേർഡാണ് ഫിലോസ്, സോഫിയ. ഫിലോസ് എന്ന് പറഞ്ഞാൽ ലവ്, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം. സോ ഫിലോസഫി മീൻസ് ലവ് ഓഫ് വിസ്ഡം. സംസ്കൃതിൽ ഫിലോസഫിയെ ദർശൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മലയാളത്തിൽ ഫിലോസഫി അറിയപ്പെടുന്നത് തത്വശാസ്ത്രം എന്നാണ്. മലയാളത്തിൽ ഫിലോസഫി അറിയപ്പെടുന്നത് തത്വശാസ്ത്രമെന്നും സാൻസ്ക്രിറ്റിൽ ദർശൻ എന്നുമാണ് ഫിലോസഫി അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി നോക്കാം. ഈ ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. 6 ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫിയാണ് നമുക്കുള്ളത്. മെറ്റാഫിസിക്സ്, ലോജിക്ക്, എപ്പിസ്റ്റമോളജി, എത്തിക്സ്, എസ്തെറ്റിക്സ്, ആക്സിയോളജി. ഫസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ്. മെറ്റാഫിസിക്സ് സീക്സ് ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി ബിയോണ്ട് വാട്ട് വി നോ ഫ്രം അവർ സെൻസ് പെർസെപ്ഷൻ ഓർ സയൻസ് ഓഫ് വാട്ട് ഈസ് ബിയോണ്ട് ദ ഫിസിക്കൽ. ഇപ്പോൾ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു സെൻസ് പെർസെപ്ഷൻ, അതെന്താണെന്ന് നോക്കാം. സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിമുലസ് ഓർഗൻസ് വഴി നമ്മൾ സെൻസ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളെയാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു മീനിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമുക്ക് സെൻസ് ചെയ്തെടുത്ത് പെർസെപ്ഷൻ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നിന്ന് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ്, അതായത് ഫിസിക്കൽ വേൾഡിന് അപ്പുറത്ത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാലിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്, റിയാലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോജിക്. ലോജിക് മീൻസ് റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കറക്റ്റ് തിങ്കിങ്. റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കറക്റ്റ് തിങ്കിങ്ങിനെ പറ്റി ഹാൻഡിൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് ലോജിക്. നെക്സ്റ്റ് ആണ് എപ്പിസ്റ്റമോളജി. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് നോളജ്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നോളജിൻ്റെ നേച്ചർ എന്താ, അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, നോളജ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ തിയറി ഓഫ് നോളജ് ആണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ്. നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എത്തിക്സ്. എത്തിക്സ് മീൻസ് പ്രിൻസിപ്പിൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് റൈറ്റ് കണ്ടക്റ്റ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്റ്റഡി ഓഫ് മോറൽ കണ്ടക്റ്റ് ആൻഡ് വാല്യൂസ്. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നൊരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എന്തെന്ന് പറയുന്നത്, എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് നേച്ചർ ഓഫ് ബ്യൂട്ടി ആൻഡ് ദ ക്രൈറ്റീരിയ ഓഫ് ആർട്ടിസ്റ്റിക് ജഡ്ജ്മെൻ്റ് ആണ്. ലാസ്റ്റിലെ ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് ആക്സിയോളജി. സ്റ്റഡി ഓഫ് വാല്യൂ അല്ലെങ്കിൽ തിയറി ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് വാല്യൂസ് ഒക്കെയാണ് ഈ ഒരു ആക്സിയോളജി എന്ന ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയിൽ വരുന്നത്. ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആണ് എസ്തെറ്റിക്സും എത്തിക്സും. എസ്തെറ്റിക്സും എത്തിക്സും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ എസ്തെറ്റിക്സ്, എത്തിക്സ്, ഈ 2 ബ്രാഞ്ച് ഓഫ് ഫിലോസഫി എന്താണ്, ആക്സിയോളജിൻ്റെ സബ് ഡിവിഷൻസ് ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക.